എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? എ വയർ 1 meter long ഈസ് കട്ട് ഇൻടു 2 pieces, one of which is bent into a square and the other into an equilateral triangle. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു വയർ അല്ലേ, ഒരു വയർ, അതിൻ്റെ നീളം നോക്കുന്നുണ്ട് 1 മീറ്റർ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു വയറ് അത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു അല്ലേ. ആ കട്ട് ചെയ്യുന്നതിൽ ഒരു കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്നു? ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ഒരു വയർ വരച്ചു, ഒരു സ്ക്വയർ വരച്ചു, ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നീളം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഇതിൻ്റെ ലെങ്ത് നോക്കിയാൽ 1 മീറ്റർ അല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഈ വയറിൻ്റെ മൊത്തം നീളം. അപ്പോൾ ഇതിന് 2 കഷ്ണമാക്കിയിരിക്കുന്നു അല്ലേ. ഇവിടെ വെച്ച് കഷ്ണമൊക്കെ നമുക്കറിയില്ല. അപ്പോൾ നമുക്കിത് എവിടെയും വെച്ചത് ഇത് 2 കഷ്ണമാക്കി അല്ല, അങ്ങനെ വിചാരിക്കുക. ഇവിടെ വെച്ച് 2 കഷ്ണമാക്കിയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു സ്ക്വയർ ഉണ്ടാക്കി, ഈ ഭാഗം കൊണ്ട് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി എന്താണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ 3 times the side of the square and 2 times the side of an equilateral triangle makes 71 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിൻ്റെ 3 ഇരട്ടിയും, ശ്രദ്ധിക്കുക, സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അല്ലേ, അതിൻ്റെ 3 ഇരട്ടിയും, പിന്നെയോ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങും, 2 ഇരട്ടിയും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 71 സെൻറ്റിമീറ്റർ കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ വെറുതെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയാൽ, വെറുതെ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ പോരാ. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ 3 മടങ്ങും ഇതിൻ്റെ ഒരു വശത്തിൻ്റെ 2 മടങ്ങും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 71 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി പീസസ്? അതായത് ഈ എത്ര നീളത്തിൽ നമ്മൾ ഈ കമ്പി മുറിക്കണം അല്ലേ. അതായത് ഓരോ കമ്പിയുടെ ഇടയിൽ നമ്മൾ മുറിച്ചില്ലേ. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇത് നമുക്കറിയാം മൊത്തം നീളം 100 സെൻറ്റിമീറ്റർ അല്ലേ. 1 മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 2 പീസ് ആക്കണമെന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പീസ് ഈ പടം തൊട്ട് ഇവിടം വരെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ നീളം എക്സ് അല്ലേ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇവിടം വരെ വൈ ആണെന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ എക്സിൻ്റെ നീളം വൈയുടെ നീളം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ വൈ, ആദ്യത്തെ കഷ്ണം എക്സ്. എക്സ് നീളത്തിലുള്ള ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ക്വയർ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ നോക്കിയേ, ഇവിടെ എക്സിന് പകരം ഇപ്പം ഞാനിപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണമാണെന്ന് വിചാരിക്കുക ഇത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് സ്ക്വയർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 4 വശങ്ങളില്ലേ. അപ്പോൾ 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി അല്ലേ. അപ്പോൾ 2 2 2 2 ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ നോക്കിയാൽ ഇവിടെ എക്സ് സെൻറ്റിമീറ്ററാണ് നീളം. എത്രയാണ് നമുക്കറിയില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സ് സെൻറ്റിമീറ്ററാണ് നീളം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? എക്സിനെ നമ്മൾ നേരത്തെ 8നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 4 വശങ്ങളാണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ ഇവിടെ എന്ത് വേണം? എക്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സിനെ x/4 അല്ലേ. ഇതായിരിക്കും ഈ വശത്തിന് നീളം. ക്ലിയർ ആയില്ലേ? എക്സിനെ 4 ആക്കിയതിൽ ഒരു ഭാഗമാണ് ഇതും x/4 തന്നെ അല്ലേ, സ്ക്വയർ ആണ്. അപ്പൊ ഈ ഓരോ വശങ്ങളും x/4 വെച്ചുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ അല്ലെ. ഈ പീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയാൻ നമുക്ക് എന്താണ്? 3 വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കും? ഇത് മൊത്തം വൈ ആണ് അല്ലേ. അപ്പോൾ വൈ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ പീസിൻ്റെ നീളം ഇപ്പോൾ ഒരു 9 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 9 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളത്തിലായിരിക്കും 9നെ നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 9/3 അല്ലേ = 3. അപ്പോൾ നമുക്കിവിടെ ഇത് 3, ഇത് 3, ഇത് 3. ഓക്കെ ആണല്ലോ. അതുപോലെ ഇതിൻ്റെ നീളം y സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? വൈനെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കിട്ടി y/3 അല്ലേ. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ y/3 ഇതാണ് ഈ വശത്തിന് നീളം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും y/3 തന്നെ ആയിരിക്കും അല്ലേ. ഇതും y/3 തന്നെ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയില്ലേ?
ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നോക്കിയാൽ നമ്മൾ ഈ 1 മീറ്റർ നീളമുള്ള 100 സെന്റിമീറ്റർ നീളമുള്ള ഇതിനെ 2 പീസാക്കി അല്ലേ. അപ്പോൾ ഇതിന്റെ നീളം x എന്ന് കൊടുത്തു, ഇതിന്റെ നീളം y എന്ന് കൊടുത്തു. ഈ എക്സും വൈയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ഈ 100 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എഴുതാം എക്സ് പ്ലസ് വൈ സീക്വൽ ടു 100 അല്ലേ, 100 സെന്റിമീറ്റർ. അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് കിട്ടേണ്ടത്. അതിനെന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 times the side of the square അല്ലെ. അതായത് സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ 3 ഇരട്ടി. അപ്പൊ ഇതാണ് ഒരു സൈഡിന്റെ നീളം അല്ലെ. അപ്പൊ ഇതിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 3 into x/4 ക്ലിയർ ആണല്ലോ. അപ്പൊ 3 into x/4 ഇതാണ് ഒരു വശത്തിന്റെ 3 ഇരട്ടി. പിന്നെയോ 2 times the side of an equilateral triangle. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ എത്ര ടൈംസ്? 2 times 2 ഇരട്ടി. അപ്പൊ ഇതാണ് ഒരു വശത്തിന്റെ നീളം. ഇതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2 into y/3 അല്ലെ. അപ്പൊ 2 പ്ലസ് 2 into y/3 ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? 71 കിട്ടി. കണ്ട. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. 3 into x/4 പ്ലസ് 2 into y/3 71. ഇവിടെ നോക്കിയാൽ 3 into x എത്രയാണ്? 3x. അപ്പൊ 3x/4 പ്ലസ് 2 into y 2y അല്ലെ. 2y/3 സീക്വൽ ടു എന്ത് വരും? 71. ഇവിടെ നോക്കിയാൽ 2 ഫ്രാക്ഷൻ ആണ് അല്ലെ. ഫ്രാക്ഷൻ നമ്മൾ കൂട്ടണം. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് കൂട്ടും. നോക്കിയാൽ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഛേദം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഛേദം തന്നെ കോമൺ ആയിട്ട് ഇട്ടിട്ട് ഇത് നമ്മൾ കൂട്ടിയിട്ടാൽ മതി. പക്ഷെ ഇവിടെ നോക്കിയാൽ ഛേദം സെയിം അല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? ഈ 4 into 3 അല്ലെ, 4ഉം 3ഉം തമ്മിൽ ഗുണിക്കും. ശ്രദ്ധിക്കുക, 4ഉം 3ഉം തമ്മിൽ ഗുണിക്കും. അപ്പൊ 4 into 3 12. അപ്പൊ 12 ആണ് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ 12. ക്ലിയർ ആയില്ലേ? 4ഉം 3ഉം തമ്മിൽ ഗുണിച്ചു 12 ഇട്ടു. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി നോക്കിയാൽ ഇതും തമ്മിൽ ഗുണിക്കണം അല്ലെ. ഇതും തമ്മിൽ ഗുണിക്കണം. അതായത് 3 into 3x എത്ര കിട്ടി നമുക്ക്? 9x പ്ലസ് ഇനി ഇവര് തമ്മിൽ ഗുണിക്കണം അല്ലെ. 4 into 2y എത്രയാണ്? 8y. ഇത്രയുള്ളൂ. കണ്ട. അപ്പൊ 9x പ്ലസ് 8y/12 സീക്വൽ ടു 71. ഇനി നമുക്ക് നോക്കിയാൽ 9x പ്ലസ് 8y അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ നോക്കിയാൽ 9x പ്ലസ് 8y സീക്വൽ ടു എന്ത് വരും? 71 ഇവിടെ ഉണ്ട്. ഈ 12/12 ആണ്. അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 12 ആയി അല്ലേ. അപ്പൊ 71 into 12. കണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം 9x പ്ലസ് 8y സീക്വൽ ടു എത്രയാണ്? 71 into 12. എല്ലാവരും ഒന്ന് ഗുണിച്ചു നോക്കിയേ. എത്ര കിട്ടി? 852 അല്ലേ. 852. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് നമ്മൾ നോക്കിയ ആദ്യത്തെ ഇക്വേഷൻ x പ്ലസ് y ഈസ് ഈക്വൽ ടു 100. അടുത്ത ഇക്വേഷൻ 9x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 852. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻ ഒന്ന് അടുപ്പിച്ച് എഴുതാം അല്ലേ. അപ്പോൾ അത് നമുക്ക് x പ്ലസ് വൈ, ആദ്യത്തെ ഇക്വേഷൻ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. രണ്ടാമത്തെ ഇക്വേഷൻ 9x പ്ലസ് 8y സീക്വൽ ടു 852 അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിനെയോ വൈനെയോ ഒഴിവാക്കണം അല്ലേ. ഇവിടെ എക്സ്. അപ്പോൾ എന്ത് പറയുക? ഫസ്റ്റ് സ്റ്റെപ്പ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ഇവിടെ 9 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ 1 ഇവിടെ 8 ഇതും പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഒന്നിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കണം അല്ലേ. ഇവിടെ 1 ആണ്, ഇത് 9 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിലേക്ക് 9ലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെയും 9x ആയി അല്ലെ. അപ്പൊ സെയിം ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഇതിനെ 9 ആക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്താൽ മതി? 9 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി അല്ലേ. അപ്പൊ ഗുണിക്കുമ്പോൾ എല്ലാവരും ഗുണിക്കണം വേണ്ടേ? എല്ലാവരും ഗുണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1നെ 9 കൊണ്ട് ഗുണിക്കുന്നു. ഇക്വേഷൻ 1 അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് വരും? 9 into x 9x പ്ലസ് 9 into y 9y സീക്വൽ ടു 9 into 100 അല്ലേ 900. കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് സെയിം ആയി അല്ലേ. ഇനി നമുക്ക് എക്സിന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി
ഈ എക്സിനെ എങ്ങനെയാണ് ഒഴിവാക്കുക? ഇവിടെ 9 ഇവിടെ 9 അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്തും എളുപ്പത്തിന് വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. വലുത് ചെയ്ത് നോക്കിയാൽ ഇവിടെ 900 ആണ്, ഇവിടെ 852 അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കുറയ്ക്കാം. അപ്പൊ 3ൽ നിന്ന് 2നെ കുറയ്ക്കുന്നു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് എന്തിനെ കുറയ്ക്കുന്നു? 2നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോറി, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു അല്ലെ? അപ്പൊ 9x നിന്ന് 9x കുറച്ച് കഴിഞ്ഞാൽ 0, 9y നിന്ന് 8y കുറച്ച് കഴിഞ്ഞാൽ 1y അല്ലെ? അതായത് y മാത്രമേ. 900 നിന്ന് 852 കുറച്ച് ഞാൻ എത്ര കിട്ടും നമുക്ക്? 48 അല്ലേ? 48 കണ്ടോ? അപ്പൊ നമുക്ക് y-യുടെ വാല്യൂ കിട്ടി 48. ഇനി നമുക്ക് x-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? എന്തൊക്കെയാ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ കിട്ടുന്ന നോക്കിയാൽ x പ്ലസ് y സീക്വൽ ടു 100 അല്ലേ? y-യുടെ വാല്യൂ നമുക്ക് 48 കിട്ടിയാലോ? അപ്പൊ x പ്ലസ് y-ക്ക് പകരം 48 സീക്വൽ ടു 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ x എത്ര ആയിരിക്കും? x ഈക്വൽ ടു 100 മൈനസ് 48 അല്ലേ? 100ന് 48 കുറച്ച് കഴിഞ്ഞാൽ 52. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി അല്ലേ? അപ്പോൾ ആദ്യം ഇതാണ് എക്സ് അല്ലേ? സ്ക്വയർ ഉണ്ടാക്കുന്ന കഷ്ടത്തിന് നീളം എത്രയായിരിക്കണം? 52 സെന്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആക്കണം. ഈ പീസിന്റെ നീളം വൈഡ് നീളം എത്രയായിരിക്കണം? 48 സെന്റിമീറ്റർ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 4 years ago, Rahim's age was 3 times the age of Ramu. അതായത് 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. എപ്പോഴും 4 വർഷം മുമ്പ്. ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞാലോ എന്തായിരിക്കും? ദിസ് വുഡ് ബിക്കം 2 times. ഇത് ഇരട്ടിയാകും അല്ലെ? അതായത് ഒരാളുടെ പ്രായം മറ്റാളുടെ പ്രായത്തിന്റെ ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദയർ ഏജസ് നൗ? ഇപ്പോൾ അവരുടെ വയസ്സ് എത്രയായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ചോദ്യം എപ്പോഴും നല്ലവണ്ണം വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 2 പേരുടെ പ്രായമാണ്. ആ 2 പേരുടെ പ്രായം 4 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുണ്ട്, പിന്നെയോ 2 വർഷം കഴിഞ്ഞാലത്തെ കാര്യം പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവരുടെ വയസ്സ് അല്ലെ? 2 പേരുടെ വയസ്സ്, ഒരാളുടെ വയസ്സ് എക്സ് എന്നും കൊടുക്കാം, ഒരാളുടെ വയസ്സ് നമുക്ക് വൈ എന്നും കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ റഹീമിന്റെ വയസ്സ് എക്സ് എന്ന് കൊടുക്കാം, രാമുവിന്റെ വയസ്സ് വൈ എന്ന് കൊടുക്കാം. അപ്പൊ നോക്കിയേ, റഹീംസ് ഏജ് നൗ. റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ട, ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ വൈ എന്നും കൊടുത്തു അല്ലെ? ഇനി നമ്മളോട് എന്താണ് പറ്റുള്ളത്? 4 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? 4 വർഷം മുമ്പത്തെ കാര്യമാണ് ഇനി പറയുന്നത്. അപ്പൊ നമുക്ക് 4 years ago, 4 years ago, അതായത് 4 വർഷം മുമ്പ് അല്ലെ? 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് എന്തായിരിക്കും? 4 years ago അല്ലെ? 4 years ago റഹീംസ് ഏജ് 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് എത്രയായിരിക്കും? വയസ്സ് എത്രയായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 13 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. ഈ 13 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് എത്രയായിരിക്കും? 13ന് 4 മൈനസ് ചെയ്യണം അല്ലെ? അതായത് 9 വയസ്സായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് എന്തായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് അതിൽ എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4 മൈനസ് ചെയ്യണം അല്ലെ? 4 കൊല്ലം മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 4. എക്സിൽ നിന്ന് ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് നമ്മൾ 4 കുറച്ച് കഴിഞ്ഞാൽ 4 കൊല്ലം മുമ്പത്തെ വയസ്സ് കിട്ടി. ഇനി നമുക്ക് രാമുവിന്റെ വയസ്സ് നോക്കിയേ. അപ്പൊ എഴുതാം രാമൂസ് ഏജ്. എപ്പോഴാണ്? 4 കൊല്ലം മുമ്പത്തെ കാര്യം നമ്മൾ എഴുതണം കേട്ടോ. രാമുവിന് ഇപ്പോഴെത്ര വയസ്സുണ്ട്? വൈ ആണ് വയസ്സ്. 4 വർഷം മുമ്പ് എത്ര വയസ്സുണ്ടായിരിക്കും? ഇതിൽ നിന്ന് 4 കുറയ്ക്കുക അല്ലേ? അപ്പൊ വൈ മൈനസ് 4. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവർ 2 പേരുടെയും 4 വർഷം മുമ്പത്തെ വയസ്സ് കിട്ടി ഇല്ലേ? ഇനി ഇവർ ആ വയസ്സുകൾ തമ്മിലൊരു ബന്ധം പറയുന്നുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ എത്ര ടൈംസ് ആയിരുന്നു? 3 ഇരട്ടിയായിരുന്നു അല്ലെ? അപ്പൊ റഹീമിന്റെ വയസ്സ് എന്താണ്? എക്സ് മൈനസ് 4 അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം എക്സ് മൈനസ് 4. റഹീമിന്റെ വയസ്സ് എന്തായിരുന്നു? രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടി. അതായത് ഈ വയസ്സിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 3 ഇൻറ്റു വൈ മൈനസ് 4. ക്ലിയർ ആണല്ലോ? 4 വർഷം മുമ്പത്തെ രാമുവിന്റെ വയസ്സ് ഇതാണ്. അതിന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവന്റെ അപ്പോഴത്തെ വയസ്സ് കിട്ടി അല്ലെ? അതായത് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് ഇതിനെ നല്ലൊരു ഭംഗിയിൽ എഴുതാം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് നോക്കിയാൽ എക്സ് മൈനസ് 4 സീക്വൽ ടു 3 ഇൻറ്റു വൈ മൈനസ് 4 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? 3 കൊണ്ട് വൈനെ ഗുണിക്കണം. അത് കഴിഞ്ഞാൽ 3 കൊണ്ട്
4നെ ഗുണിക്കണം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു y 3y, ചിഹ്നം മൈനസ് ആണ്. 3 ഇൻറ്റു 4 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എക്സിനെയും വൈനെയൊക്കെ ഒരു ഭാഗത്താക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് അവിടെ ഉണ്ട്, എക്സ് അവിടെ തന്നെ കിടന്നോട്ടെ. ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് വലിക്കാം. അപ്പോൾ എന്താവും, 3y എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ -3y ആയി അല്ലേ. അപ്പോൾ എക്സ് -3y സീക്വൽ ടു നോക്കിയാൽ ഇവിടെ -12 ഉണ്ടല്ലോ, അത് അവിടെ തന്നെ കിടന്നോട്ടെ, -12. ഇനി ഇവിടെ ഒരു -4 ഉണ്ട് അല്ലേ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, +4. ഇനി എക്സ് ഇവിടെ ഉണ്ട്, -3y സീക്വൽ ടു എന്ത് കിട്ടി, -12 + 4 എത്രയായിരിക്കും, മൈനസും പ്ലസും വന്നാൽ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി അല്ലേ. വലുതേതിന് 12, 12ൽ നിന്ന് 4 കുറയ്ക്കാം. അപ്പം എത്ര കിട്ടി, 8 കിട്ടി. 8 കിട്ടി, 8 അല്ലെ. വലുതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇതവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ എടുക്കട്ടെ. ഇനി 2 കൊല്ലം കഴിഞ്ഞാലത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. 2 കൊല്ലം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, ആഫ്റ്റർ 2 years അല്ലെ. ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം റഹീമിൻസ് ഏജ്. ശ്രദ്ധിക്കുക, 2 വർഷം കഴിഞ്ഞാലിട്ടാ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്, എക്സ്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും, എക്സിന്റെ കൂടെ 2 കൂട്ടണം. ഇപ്പൊ നിങ്ങളുടെ വയസ്സ് 13 ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ 13ഉം 2ഉം 15 അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ് റഹീമിന്റെ. അപ്പൊ എക്സിന്റെ കൂടെ നമ്മൾ 2 കൂട്ടി കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാലത്തെ വയസ്സ് കിട്ടി അല്ലെ. അത് നമുക്ക് എഴുതാം എക്സ് +2. ഓക്കെ, ഇനി അപ്പൊ രാമുവിന്റെ വയസ്സ് എത്രയായിരിക്കും, രാമൂസ് ഏജ്, രാമുവിന്റെ വയസ്സ് എത്രയായിരിക്കും, ഇപ്പോഴത്തെ വയസ്സിന്റെ കൂടെ 2 കൂട്ടണം അല്ലേ. ഇപ്പോഴത്തെ വയസ്സ് y ആണ്, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞാലത്തെ രാമുവിൻ്റെ വയസ്സ് കിട്ടി. ഇനി അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ റഹീമിൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും, 2 മടങ്ങാവും അല്ലേ. അപ്പോൾ റഹീമിൻ്റെ വയസ്സ് എത്രയാണ്, x+2 അതാണ് റഹീമിൻ്റെ വയസ്സ്. അതെന്താവും, രാമുവിൻ്റെ വയസ്സിൻ്റെ അല്ലേ 2 മടങ്ങ്, അതായത് 2 ഇൻറ്റു രാമുവിന്റെ വയസ്സ് y/2. ക്ലിയർ ആയല്ലോ. അപ്പൊ റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. അപ്പൊ 2 കൊണ്ട് നമ്മൾ ഗുണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ചെയ്തപോലെ തന്നെ ആദ്യം ബ്രാക്കറ്റ് കൊണ്ട് പൊളിക്കുക അല്ലെ. അപ്പൊ x+2 = 2 ഇൻറ്റു y, പിന്നെ 2 കൊണ്ട് ഇതിനെ ഗുണിക്കണം അല്ലെ. 2 ഇൻറ്റു y 2y പ്ലസ് 2 ഇൻറ്റു 2 4. ഇവിടെയും നമുക്ക് എക്സിനെ വൈനേക്ക് ഒരു ഭാഗത്ത് ആക്കാം. അപ്പൊ എക്സ് അല്ലെ, y ഇവിടെ അല്ലേ 2y, ഇങ്ങോട്ട് വരുമ്പോൾ -2y ആയി സീക്വൽ ടു എന്ത് വരും, ഇവിടെ 4 ഉണ്ട് അവിടെ തന്നെ കിടന്നോട്ടെ. ഈ 2 അങ്ങോട്ടുണ്ടോ, അപ്പം എന്തായി, -2 ആയി. അപ്പം എക്സ് -2y സീക്വൽ ടു 4 - 2 2. അപ്പം നമുക്ക് മനോഹരമായ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ എക്സ് -3y സീക്വൽ ടു -8 അല്ലേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനോ എക്സ് -2y സീക്വൽ ടു 2 അല്ലേ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ആരൊഴിവാക്കും, ഇവിടെ നോക്കിയാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെ സെയിം ആണെന്ന് നോക്കണം. ഇവിടെ നോക്കിയാൽ ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ ഈ എക്സിനെ ഒഴിവാക്കാൻ പറ്റും അല്ലേ. എന്ത് ചെയ്താൽ മതി, എക്സിനെ ഒഴിവാക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വലുത് ഇതെന്ന് നോക്കിയാൽ -8ഉം 2ഉം ഇതിലേതാ വലുത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം, ഒരു കുഴപ്പമില്ല, ചിഹ്നം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക അല്ലേ. വലുത് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ, പോസിറ്റീവ് 2 ആണ്, ഇത് -8 ആണ്. അപ്പോൾ ഇതാണ് വലുത്, ഇത് ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ തിരിച്ചു കുറച്ചാലും ഒരു കുഴപ്പമില്ല, ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്ന വിചാരിക്കാം. അപ്പോൾ നോക്കിയാൽ ശ്രദ്ധിക്കുക, ഇക്വേഷൻ 2ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു, 1നെ കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പോകണം കേട്ടോ. അതായത് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 0 അല്ലേ, അപ്പോൾ അത് പോയി. ഇനി -2yയിൽ നിന്ന് -3y കുറയ്ക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം ഇവിടെ എഴുതാം. നോക്കിയാൽ -2y അല്ലേ, -2yയിൽ നിന്ന് കുറയ്ക്കണം എന്തിനെ, -3yനെ കുറയ്ക്കണം, -3y അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം നോക്കിയാൽ 2 മൈനസുകൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അതെന്താവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും. തെറ്റിക്കരുത്, 2 മൈനസ് ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആവും.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? -2y പ്ലസ് 3y എന്നായി കേട്ടാ. -2y പ്ലസ് 3y. ഇനി ഇങ്ങനെ വന്നാലോ, ഒന്ന് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ വലുത് ഏതാണ്? 3. 3ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1. വലുതിന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് 1 കിട്ടി. അതായത് പോസിറ്റീവ് y നമുക്ക് കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ വരെ എത്രയാണ്? y. ഈ സ്റ്റെപ്പ് തെറ്റിക്കരുത്, പല കുട്ടികളും തെറ്റിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടാമത് എടുത്തെഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പോണ് കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പോണ്. അപ്പൊ 2ൽ നിന്ന് 2 മൈനസ് ഏത് കുറയ്ക്കുന്നു? -8 അല്ലെ, -8. 2 മൈനസ് 1 അല്ലെ. അപ്പൊ എന്തായിരിക്കും? 2 പ്ലസ് 8 അല്ലെ. 2 പ്ലസ് 8 = 10. അപ്പൊ ഇവിടെ എത്ര വരാം? 10. അപ്പൊ ചിഹ്നം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇവിടെ എടുത്തെഴുതി രണ്ടാമതൊന്നും ഇവിടെ സൈഡിൽ എഴുതിയിട്ട് ഇതിലേക്ക് എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിവിടെ y എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. അതായത് y എന്ന് പറഞ്ഞാൽ രാമുവിന്റെ ഏജ് അല്ലെ. രാമുവിന്റെ ഏജ് ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് 10 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? x കണ്ടുപിടിക്കണം. x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തോ ചെയ്യാം? ഈ y-യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ x -3y = -8 അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ y-ക്ക് പകരം 10 ഇട്ട് കൊടുക്കാൻ പോണ്. x -3 ഇൻറ്റു അല്ലെ y-യുടെ വാല്യൂ 10 = എന്ത് വരും? -8. അതായത് x നോക്കിയാൽ -3 × 10 അല്ലെ, എത്ര വരും? -30. x -30 = -8. x എങ്ങനെ കണ്ടുപിടിക്കുക? -8 അവിടെ ഉണ്ട്, അവിടെ കിടന്നോട്ടെ. ഈ 30നെ അങ്ങോട്ടും പോകണം അല്ലേ. അപ്പൊ +30 ആയി. അപ്പൊ x = -8 + 30 എത്ര കിട്ടും? 2 വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട് അല്ലേ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 30ൽ നിന്ന് 8 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 22 കിട്ടി അല്ലേ. അപ്പൊ വലുതിന്റെ ചിഹ്നം എത്രയാണ്? പോസിറ്റീവ് അല്ലേ. അതായത് 22. അപ്പൊ നമുക്കിവിടെ എക്സും കിട്ടി, വൈയും കിട്ടി അല്ലേ. y 10. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ പോലെ നിങ്ങൾ എന്ത് എഴുതണം? റഹീംസ് x എന്ന് പറഞ്ഞാൽ റഹീംസിന്റെ ഏജിന്. അപ്പൊ എഴുതാ റഹീംസ് ഏജ് നൗ x അല്ലെ = 22 ഇയേഴ്സ് അല്ലെ. 22 വയസ്സാണ് റഹീമിന് ഇപ്പോൾ ഉള്ളത്. രാമുവിന് എഴുതാ രാമുസ് ഏജ് നൗ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എഴുതാ 10 ഇയേഴ്സ് അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.